കാശിക്ക് നേരെ തിരിഞ്ഞ് അവന്റെ ഷർട്ടിന്റെ കോളറിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞു ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എന്നെ എങ്ങനെ ജീവനോടിട്ട് നരകിക്കുന്നതിലും ഭേദം നിങ്ങൾക്ക് എന്നെ കൊന്നു തന്നൂടെ? അവൾ തന്റെ കോളറിൽ പിടിച്ചത് കാശിക്ക് കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. അവൻ കടുത്ത ദേഷ്യത്തോടെ അവളുടെ 2 കൈകളും ബലമായി മുറുക്കി പിടിച്ച് ആ കടുത്ത പിടുത്തത്തിൽ ദക്ഷയുടെ കൈകളിൽ ഉണ്ടായിരുന്ന കറുത്ത കുപ്പിവളകൾ ഒന്നിനു പിറകെ ഒന്നായി വലിയ ശബ്ദത്തോടെ പൊട്ടിത്തകർന്നു. അവൻ അവളുടെ മുഖത്തേക്ക് അടുത്തു നിന്ന് ദേഷ്യത്തോടെ പറഞ്ഞു, നിന്നെ ഇവിടെ ഇട്ട് ഉരുകി തീർക്കാൻ വേണ്ടി തന്നെയാടി ഞാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്. നിന്നോർത്ത് നിന്റെ തന്തയും നിന്റെ തന്ത കെട്ടിപ്പൊക്കിയ ആ സാമ്രാജ്യവും ഉരുകിത്തീരണം. ദേഷ്യം കൊണ്ട് കാശിയുടെ പിടുത്തം അത്രമേൽ മുറുകിപ്പോയിരുന്നു. പൊട്ടിയ കുപ്പിവളകളുടെ മൂർച്ചയുള്ള കഷ്ണങ്ങൾ അവളുടെ ആ വെളുത്ത കൈകളിൽ ആഴത്തിൽ തുറഞ്ഞു കയറി. ആഴത്തിലുള്ള ആ മുറിവുകളിലൂടെ ചോര താഴേക്ക് ഒലിക്കാൻ തുടങ്ങി. പക്ഷേ കടുത്ത ദേഷ്യത്തിലായിരുന്ന കാശി അതൊന്നും ശ്രദ്ധിച്ചതില്ല. അവൻ അവളുടെ കൈകൾ പെട്ടെന്ന് തള്ളി മാറ്റിയിട്ട് വലിയ ചുവടുകളോടെ മുകളിലേക്ക് തൻ്റെ മുറിയിലേക്ക് നടന്നുപോയി. അവൻ പോയതും ദക്ഷ തൻ്റെ ചോരയൊലിക്കുന്ന കൈയും പിടിച്ച് വേദനയോടെ അവിടെ ഇരുന്നു. ആ സമയത്താണ് പാറു അമ്മ അങ്ങോട്ട് ഓടി വരുന്നത്. ദക്ഷയുടെ കയ്യിലെ ആഴത്തിലുള്ള മുറിവും അതിൽ നിന്നും ഒലിക്കുന്ന ചോരയും കണ്ട് അവർ ഭയന്നു പോയി. ഈശ്വര, ഇതെന്താ ഈ കാണിച്ചത്? അവർ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ദക്ഷയെ പിടിച്ചിരുത്തി. വേഗം തന്നെ അകത്തു നിന്നും മരുന്നും തുണിയും എടുത്തു കൊണ്ടുവന്ന് ആ മുറിവുകൾ തുടച്ച് അവർ വളരെ വിഷമത്തോടെ മരുന്ന് വെച്ചു കെട്ടാൻ തുടങ്ങി. മറുഭാഗത്ത് മുകളിലെ മുറിയിലെത്തിയ കാശി തളർച്ചയോടെ ബാത്റൂമിലേക്ക് കയറി. മുഖം കഴുകാനായി കൈകൾ നീട്ടിയപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. തൻ്റെ കൈപ്പത്തിയിൽ ചോര പെറ്റിപ്പിടിച്ചിരിക്കുന്നു. ആ ചോര കണ്ടതും കാശിയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. അവൻ്റെ നെഞ്ച് വല്ലാതെ പിടക്കാൻ തുടങ്ങി. താൻ കാരണം അവൾക്ക് വലിയൊരു മുറിവേറ്റു എന്ന് മനസ്സിലാക്കിയ നിമിഷം അവൻ്റെ ഉള്ളിലെ കുറ്റബോധം അവനെ ഭ്രാന്തനെ പോലെ ആക്കി മാറ്റി. ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിയാതെ അവൻ തൻ്റെ ചോര പുരണ്ട കൈ ചുരുട്ടി ബാത്റൂമിൻ്റെ ചുവരിലേക്ക് ആഞ്ഞടിച്ചു. കാശി പതുക്കെ കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. പക്ഷെ താഴെ അവൻ കണ്ട കാഴ്ച അവൻ്റെ നെഞ്ചൊന്നുകൂടി പിടച്ചുലരിക്കുന്നതായിരുന്നു. അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അരികിൽ കയ്യിൽ വലിയ വെച്ചുകെട്ടായിരിക്കുന്ന ദക്ഷയ്ക്ക് പാറു അമ്മ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുക്കുന്നതായിരുന്നു. കാശി അങ്ങോട്ട് നടന്നു ചെന്നിട്ടും പാറു അമ്മ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. അവരുടെ മുഖത്ത് അവനോടുള്ള കടുത്ത അമർഷവും സങ്കടവും വ്യക്തമായിരുന്നു. അവൻ അരികിലേക്ക് വന്നതോടെ ദക്ഷയും പാറു അമ്മയും ഒരേ സമയം അവിടെ നിന്നും എഴുന്നേറ്റു. ദക്ഷ ഒന്നും മിണ്ടാതെ വേദനിക്കുന്ന കൈയും പിടിച്ച് മുകളിലെ തൻ്റെ മുറിയിലേക്ക് നടന്നുപോയി. അവൻ അവൾ പോകുന്ന വഴിയിലുടനീളം അവൾക്കായി കണ്ണും നട്ടിരുന്നു. അതിനുശേഷം അവൻ പാറു അമ്മയുടെ അരികിലേക്ക് ചെന്നെങ്കിലും അവർ അവനോട് ഒരു വാക്കുപോലും മിണ്ടാതെ മുഖം തിരിച്ച് അവിടെ നിന്നും മാറിപ്പോയി. തനിക്ക് അമ്മയെ പോലെയുള്ള പാറു അമ്മയുടെ ആ വലിയ മൗനം കാശിയെ ആകെ തളർത്തി കളഞ്ഞു. ഉള്ളിൽ സങ്കടം ഇരച്ചു കയറിയപ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയ അവൻ പതുക്കെ പൂമുഖത്തെ തിണ്ണയിലേക്ക് ഇറങ്ങി. അവിടുത്തെ ചാരുകസേരയിലേക്ക് ഇരുന്നു. ആ സമയം പുറത്ത് ആകാശം കറുത്തിരുണ്ടിരുന്നു. വന്യമായൊരു കാറ്റോടെ വലിയ തുള്ളികളോടെ ആ മംഗലത്ത് ബംഗ്ലാവിന്റെ മുകളിലേക്ക് നല്ല കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ആ മഴയുടെ തണുപ്പിലും കാശിയുടെ ഉള്ളിലെത്തിയ അപ്പോഴും കത്തുകയായിരുന്നു. അതേസമയം മുകളിലെ മുറിയിലെത്തിയ ദക്ഷയ്ക്ക് ആ മുറിക്കുള്ളിലെ ശ്വാസമില്ലായ്മ താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ പതുക്കെ ആ മുറിയുടെ ചേർന്നുള്ള ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. പെട്ടെന്നാണ് മഴ കനത്തത്. ബാൽക്കണിയുടെ കൈവരികളിൽ പിടിച്ച് ആകാശത്തേക്ക് നോക്കിയ ദക്ഷ അങ്ങനെ തന്നെ നിന്നു. പെയ്യുന്ന ആ കാറ്റും മഴയും മുഴുവനും അവളുടെ ശരീരത്തിലേക്ക് ആഞ്ഞു പതിക്കുന്നുണ്ടായിരുന്നു. കയ്യിലെ മുറിവിലേക്ക് മഴവെള്ളം വീഴുമ്പോൾ കടുത്ത വേദന തോന്നിയെങ്കിലും അവൾ ആ മഴയത്ത് അങ്ങനെ ഉരുകിത്തീരുന്നത് പോലെ നിന്നു. കാശിയുടെ മുറിയോട് ചേർന്ന് തന്നെയാണ് ദക്ഷയുടെ മുറിയും. തൻ്റെ മുറിയിലേക്ക് പോകാനായി മുകളിലെത്തിയ കാശി അവളുടെ മുറിയുടെ വാതിൽ നേരിയ രീതിയിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. ഉള്ളിലേക്ക് നോക്കി അവൻ കണ്ടത് ബാൽക്കണിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് വഴി കനത്ത മഴ വെള്ളം മുഴുവനും മുറിയിലേക്ക് അടിച്ചു കയറുന്നതാണ്. അതടക്കാനായി അവൻ ദേഷ്യത്തോടെ ആ മുറിയിലേക്ക് കയറി വന്നു. പക്ഷെ ബാൽക്കണിയിൽ ആ കനത്ത മഴ മുഴുവനും നനഞ്ഞ് തണുത്തു വിറച്ചു നിൽക്കുന്ന ദക്ഷയെ കണ്ടതും അവൻ്റെ ഉള്ളിലെ ദേഷ്യം വീണ്ടും ഇരച്ചു കയറി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ഡീ, നിനക്ക് വട്ടായോ? വല്ല പനിയും പിടിച്ച് സെന്റിമെന്റ്സ് ഉണ്ടാക്കാമെന്ന് കരുതിയാണോ നീ മഴയത്ത് നിൽക്കുന്നത്? അവൻ അവളുടെ കയ്യിൽ ബലമായി പിടിച്ച് വലിച്ച് മുറിക്കുള്ളിലേക്ക് കയറ്റി. ബാൽക്കണിയുടെ വാതിൽ ആഞ്ഞടച്ചു. മുകളിൽ കാശിയുടെ ആ കനത്ത അലർച്ചയും ഡോർ അടയുന്ന ശബ്ദവും കേട്ടാണ് പാറു അമ്മ അങ്ങോട്ടേക്ക് ഓടി കയറി വന്നത്. മുറിയിലെത്തിയ അവർ
ദക്ഷയുടെ ആ അവസ്ഥ കണ്ട് അവളെ ചെറുതായി ശകാരിച്ചുകൊണ്ട് അരികിലേക്ക് ചേർത്ത് നിർത്തി. ഈ കനത്ത മഴയത്താണോ മോളെ നീ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത്? നിനക്ക് വല്ല അസുഖവും വരില്ലേ കുഞ്ഞെ? അവർ സ്നേഹത്തോടെയും വിഷമത്തോടെയും അവളോട് ചോദിച്ചു. അവർ വേഗം തന്നെ ഒരു ഉണങ്ങിയ തോർത്തെടുത്ത് ദക്ഷയുടെ തലമുടിയിലെ വെള്ളം പതുക്കെ തോർത്തി കൊടുത്തു. എന്നിട്ട് അവളോട് പറഞ്ഞു, മോൾ ഇവിടെ ഇരിക്ക്, ഞാൻ പോയി നിനക്ക് ഉടുക്കാൻ എന്തേലും എടുത്തിട്ട് വരാം, നനഞ്ഞത് ഇട്ടിരിക്കേണ്ട. അത് കേട്ട് ദക്ഷ തല താഴ്ത്തി നിന്നു. കാശി തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയ തക്ക സമയത്താണ് പാറു അമ്മ അല്പം കടുപ്പത്തിൽ അവനോട് പറഞ്ഞത്, ഒരു പെൺകൊച്ചിനെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ടാൽ മാത്രം പോരാ കാശി, അതിനുടുക്കാൻ വേറെ വസ്ത്രം വല്ലതോ ഉണ്ടോ എന്ന് കൂടി നീ നോക്കണം. ആ കുട്ടി വന്ന വസ്ത്രം തന്നെയാണ് ഇപ്പോഴും ഇട്ടിരിക്കുന്നത്, അതിന് മാറാൻ വേറെ എന്തെങ്കിലും ആദ്യം നീ കൊണ്ടുവന്ന് കൊടുക്ക്. പാറു അമ്മ അത്രയും കടുത്ത ഭാഷയിൽ പറഞ്ഞിട്ടും കാശി അതിന് മറുപടി ഒന്നും പറയാൻ നിന്നില്ല. അവനൊന്നും മിണ്ടാതെ ആ മൗനം പാലിച്ച് വലിയ ചുവടുകളോടെ സ്വന്തം മുറിയിലേക്ക് നടന്നു പോയി വാതിലടച്ചു. പാറു അമ്മ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു വസ്ത്രവുമായി മടങ്ങി വന്നു. അത് കാശിനാഥൻ്റെ അമ്മയുടെ പഴയൊരു സെറ്റും ഉണ്ടായിരുന്നു. കറുപ്പും സ്വർണ്ണക്കരയുമുള്ള മനോഹരമായൊരു മുണ്ട്, അതിനൊപ്പം ചേരുന്ന ഒരു കറുത്ത ബ്ലൗസും. അവൻ അത് ദക്ഷയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുടുക്ക് മോളെ, നാളെ നമുക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങാം. ദക്ഷ ഒന്നും മിണ്ടാതെ അത് വാങ്ങി ഉടുക്കാൻ തുടങ്ങിയെങ്കിലും കയ്യിലെ ആഴത്തിലുള്ള മുറിവ് കാരണവും അത് ശീലമില്ലാത്തത് കൊണ്ടും അവൾക്ക് അത് ശരിയായി ഉടുക്കാൻ കഴിഞ്ഞില്ല. അത് കണ്ട് പാറു അമ്മയുടെ മുഖത്ത് നേർത്തൊരു ചിരി വിരിഞ്ഞു. ഇങ്ങോട്ട് മാറി നിൽക്കും എൻ്റെ കുട്ടിയെ, ഇങ്ങനെയല്ല ഇത് ഉടുക്കുക, ഞാൻ ഉടുപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ വളരെ സ്നേഹത്തോടെ അവളെ ആ സെറ്റും കൊണ്ട് ഉടുപ്പിച്ചു കൊടുത്തു. അതിനുശേഷം അവൾ ഈറൻ മാറിയിട്ടില്ലാത്ത കട്ടിയുള്ള ആ കറുത്ത മുടി പതുക്കെ കോതി ഒതുക്കി കെട്ടിക്കൊടുത്തു. ദക്ഷയെ ആ വേഷത്തിൽ കണ്ടതും പാറു അമ്മയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. അവളുടെ ഇടതൂർന്ന മുടിയും ആ വസ്ത്രധാരണവും കണ്ടപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും അതേസമയം വല്ലാത്തൊരു ഓർമ്മയും ഉള്ളിൽ നിറഞ്ഞു. അവർ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് ദക്ഷ പതുക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ പാറു അമ്മേ ഇങ്ങനെ നോക്കണേ? ഭാനു മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നി മോളെ. ഭാനുവോ? അതേ മോളെ, ഭാനുമതി, നമ്മുടെ കാശിയുടെ അമ്മ. ആരും ഒന്ന് നോക്കി പോകുന്ന അത്രയും ഭംഗിയായിരുന്നു അവൾക്ക്, മോളെപ്പോലെ. പാറു അമ്മ ഓർമ്മകളിലേക്ക് ആണ്ടുപോയി. തൊട്ടടുത്ത നിമിഷം പുറത്ത് കാശിനാഥൻ്റെ ആ കനത്ത കാൽപെരുമാറ്റം കേട്ടതും അവർ പെട്ടെന്ന് സംസാരം നിർത്തി. തൻ്റെ അമ്മയുടെ വസ്ത്രത്തിൽ അതേ വേഷത്തിൽ മുന്നിൽ നിൽക്കുന്ന ദക്ഷയെ കണ്ടതും കാശിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു തുളുമ്പി. തൻ്റെ അമ്മയുടെ അതേ രൂപം മുന്നിൽ കണ്ടപ്പോൾ അവളെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവൻ്റെ ഉള്ളിലെ സ്നേഹം വെമ്പൽ കൊണ്ടു. പക്ഷേ ആ അടുത്ത നിമിഷം തന്നെ അവൻ്റെ ഉള്ളിൽ കനലായി കിടക്കുന്ന ആ പഴയ പക ആ സ്നേഹത്തെ തടഞ്ഞു നിർത്തി. ആ വസ്ത്രധാരണം അവൾക്ക് അത്രമേൽ ഭംഗിയായി ഇണങ്ങിയിട്ടുണ്ടായിരുന്നിട്ടും തൻ്റെ ഉള്ളിലെ ആ കനുത്ത ഇഷ്ടം പുറത്തു കാണിക്കാതെ അവൻ തൻ്റെ മുഖത്ത് വന്യമായൊരു പുച്ഛം വരുത്തി തീർത്തു. അവളെ ഒന്ന് പരിഹസിക്കുന്ന രീതിയിൽ നോക്കിയിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ വലിയ ചുവടോടുകൂടി കൂടി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൻ അവിടുന്ന് പുച്ഛത്തോടെ ഇറങ്ങിപ്പോയെങ്കിലും അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ശാന്തമായിരുന്നില്ല. കോണിപ്പടികൾ ഇറങ്ങുമ്പോഴും അവൻ്റെ കൺമുന്നിൽ നിന്നും ദക്ഷയുടെ ആ രൂപം മറന്നു പോകുന്നുണ്ടായിരുന്നില്ല. തൻ്റെ അമ്മയുടെ അതേ വസ്ത്രത്തിൽ അതേ ഭാവത്തിൽ മുന്നിൽ നിന്നവളുടെ മുഖം അവൻ്റെ ഉള്ളിലെ പകയെയും സ്നേഹത്തെയും ഒരേ സമയം വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു. പാറു അമ്മ അവൾക്ക് വസ്ത്രമെല്ലാം ഉടുപ്പിച്ചു കൊടുത്ത ശേഷം പതുക്കെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. മുറിയിൽ ദക്ഷ ഇപ്പോൾ തനിച്ചാണ്. അവൾ പതുക്കെ നടന്ന ആ മുറിയിലെ വലിയ കണ്ണാടിയിലൂടെ മുന്നിലേക്ക് ചെന്ന് നിന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൾ ഒരു സെറ്റ് മുണ്ടും ബ്ലൗസും ധരിക്കുന്നത്. കണ്ണാടിയിൽ തൻ്റെ പുതിയ രൂപം കണ്ടപ്പോൾ ഒലിച്ചിറങ്ങിയ കണ്ണീരിനിടയിലും അവളുടെ ചുണ്ടുകളിൽ മനോഹരമായൊരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ ആ ചിരിക്ക് ഒരൊറ്റ നിമിഷത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണാടിയിലൂടെ അവളുടെ നോട്ടം അവളുടെ കഴുത്തിലേക്ക് നീണ്ടു. അവിടെ തിളങ്ങി നിൽക്കുന്ന കാശി തൻ്റെ കഴുത്തിൽ ബലമായി കെട്ടിയ ആ താലി കണ്ടതും അവളുടെ ഉള്ളിലെ സങ്കടമാണ് പൊട്ടിയൊഴുകി. ദക്ഷയുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീർ തുള്ളികൾ താഴേക്ക് ഒലിച്ചിറങ്ങാൻ തുടങ്ങി. കണ്ണാടിയിൽ കണ്ട ആ നേർത്ത ചിരി മാഞ്ഞ് അവൾ വീണ്ടും ആ സങ്കടങ്ങളിലേക്ക് താഴ്ന്നു പോയി.